സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചിട്ടും നേപ്പാളിൽ പ്രതിഷേധം ശക്തമാണ്. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭകർ രംഗത്തെത്തിയത്. പല മന്ത്രിമാരുടെയും വീടുകൾ പ്രതിഷേധക്കാർ തീയിട്ടു. നേപ്പാളിൽ രണ്ടാം ദിവസവും വ്യാപക പ്രതിഷേധം തുടരുകയാണ്. മന്ത്രിമാരുടെ വീടുകൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കാതെ പിന്നോട്ടില്ല എന്നാണ് പുതുതലമുറ പറയുന്നത്. ഇന്നലെ പ്രക്ഷോഭത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ സർക്കാരിൽ സേവനമനുഷ്ഠിക്കാൻ താൻ യോഗ്യനല്ലെന്ന് വ്യക്തമാക്കി ജലവിതരണ മന്ത്രി പ്രദീപ് യാദവ് ഇന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. സമൂഹമാധ്യമ നിരോധനം പിൻവലിച്ചിട്ടും പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല. ഇന്നലെ രാത്രിയോടെയാണ് നേപ്പാളിൽ സമൂഹമാധ്യമ നിരോധനം പിൻവലിച്ചത്. ദേശീയ സുരക്ഷയുടെ പേരിലാണ് സമൂഹമാധ്യമ നിരോധനം ഏർപ്പെടുത്തിയത്. ഇതിനെതിരെ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോഴും രാജ്യമാകെ വ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം പ്രക്ഷോഭത്തിൽ നേപ്പാൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലാപത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും സർക്കാർ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവാക്കൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് വാർത്താവിനിമയ മന്ത്രി പൃഥ്വി ശുഭാഗുരുങ് അഭ്യർത്ഥിച്ചത്. എന്നാൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ പശ്ചാത്താപമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജൻസി പ്രക്ഷോഭം ആളിക്കത്തിയതോടെ അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് സമൂഹമാധ്യമ നിരോധനം പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.